details. എന്റെ പൊന്ന് ശൈല ചേച്ചി, ഞാൻ പറയുന്നത് ചേച്ചിക്ക് മനസ്സിലാവുന്നില്ലേ? അല്ല, ഞാൻ പറയട്ടെ, ADS ഈ കാര്യം അവിടെ വന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ചേച്ചി ഉണ്ടായിരുന്നില്ലേ? ആ, എന്തുവാ പറഞ്ഞത്? ഒരു വാർഡിലെ 12 കുടുംബശ്രീയിൽ താല്പര്യമുള്ളവർക്ക് വിമാനത്തിൽ കയറാന്ന്, അങ്ങനല്ലേ പറഞ്ഞത്? അന്ന് ഈ പറഞ്ഞവർക്കൊന്നും താല്പര്യമില്ലായിരുന്നല്ലോ. പിന്നെ ഇപ്പൊ ഈ താല്പര്യം എവിടുന്ന് വന്ന്? ആ, ഇനി എനിക്ക് അറിയാൻ പാടില്ല, ഞാനൊന്ന് സംസാരിച്ച് നോക്കട്ടെ. ചേച്ചി ഒരു പണി ചെയ്യുക, വരാൻ താല്പര്യമുള്ളവരുടെ പേരും ഡീറ്റെയിൽസും ഒക്കെ ഒന്ന് കൃത്യമായിട്ട് എഴുതി വെക്കി. മറ്റന്നാ പോകണ്ടാണ്, കളിയല്ല കേട്ടാ. ഇത് ഞാൻ ചോദിച്ചിട്ട് പറയാം. നടക്കുമെന്ന് തോന്നല്ല, അവരോട് ഇപ്പൊ പറയാൻ നിൽക്കണ്ടേ. ആ, ശരി, എന്തെങ്കിലും ഉണ്ടെ വിളിക്ക്. പാടാ നോക്കണേ. എവിടെ പോവാനാ കൊച്ചേ? അമ്മായി അറിഞ്ഞില്ലേ? ഇല്ല. ഞങ്ങൾ കുടുംബശ്രീയിലെ പെണ്ണുങ്ങളെല്ലാരും കൂടെ ഇവിടെ പോന്നു, പിന്നെ വിമാനത്തിൽ കയറാൻ. ഇവിടുന്ന് പിന്നെ ബാംഗ്ലൂർക്ക് പോകും വിമാനത്തിൽ കയറിയിട്ട്. ബാംഗ്ലൂർ ഒന്ന് ചുറ്റി നടന്ന് കണ്ടിട്ട് തിരിച്ച് ട്രെയിനിൽ ഇങ്ങോട്ട് വരും. ഓ, അങ്ങ് പോകുന്നുണ്ടാ? ചേച്ചി വരുന്നില്ലെന്നാ പറഞ്ഞത്. ചേച്ചിക്ക് എന്തോ പാർട്ടിയുടെ എന്തോ പരിപാടി ഉണ്ടെന്ന്. നീ പോന്നോ? പോണോന്നുണ്ട് അമ്മായി. ഡാൻസ് സ്കൂളിൽ ഒരു പരിപാടിയുണ്ട്, അത് വേറെ ആരെങ്കിലും ഏൽപ്പിച്ചിട്ട് പോണം. ഏട്ടൻ പറഞ്ഞു നിർബന്ധിച്ചുകൊണ്ടിരിക്കുക, കിട്ടിയൊരു അവസരമല്ലേ കളയണ്ടെന്ന്. നല്ല കാര്യമല്ലേ? പോണം. ഞാൻ കുറെ നേരമായിട്ട് പറയുന്നുണ്ട്, ഇത് കുടുംബശ്രീയിലെ ചേച്ചിമാരെല്ലാരും കൂടിയാ പോണത്, നിങ്ങൾ അവിടെ കൊണ്ടുപോകാൻ പറ്റത്തില്ലെന്ന്. നിങ്ങൾ സ്കൂളിൽ നിന്ന് എപ്പോഴെങ്കിലും പോകുമ്പോ കൊണ്ടുപോകാം, അല്ലെങ്കിൽ അച്ഛനോട് പറഞ്ഞിട്ട് നമുക്ക് വെക്കേഷൻ എവിടെയെങ്കിലും പോവാം, കേട്ടാ? അവളുടെ ഒരു വിഷമം. നീ അവിടെ നിന്ന് അങ്ങോട്ട് മാറിക്കേ. പച്ചമുളക് ഉണ്ടോ കൊച്ചേ? പച്ചമുളക് ഉണ്ടോ? കുഞ്ഞു മാറിക്കാൻ നോക്കട്ടെ. മുളകും കൂടി ഇട്ടാലേ കൊള്ളാവൂ. അതങ്ങ് വെച്ച സവോള പോരെ അമ്മായി? തട്ടിയിടല്ലേ? ഒരെണ്ണം മതി. പോരെ ഉണ്ടായിരുന്നല്ലോ. ആഹാ, രാവിലെ വലിയ എഴുത്താണല്ലോ. ഓ, ഇരിക്കമ്മായി. കാര്യായിട്ടാണല്ലോ. ഇതൊന്ന് എഴുതിയേ, എന്നാ അയച്ചു കൊടുക്കണം, പ്രസിഡന്റിന് അയച്ചു കൊടുക്കണം. എന്തായി? ലിസ്റ്റാ. നീ പോന്നോടി വിമാനയാത്രക്ക്? ഇല്ല. നീ പോന്നില്ലേ? ഞാൻ പോണ എങ്ങനെയാ? ഈ പഞ്ചായത്തിലെ മീറ്റിങ്ങും കാര്യങ്ങളും അവിടെ നിന്ന് ഒരു സ്ഥലത്തും നീങ്ങാൻ പറ്റൂല. ഇങ്ങനെ തലവേദനയാന്ന് ഞാൻ അറിഞ്ഞില്ല. ലില്ലി പറയാനായിട്ട് പോന്നു. ഇല്ല, അവള് പോണില്ല. അല്ല, പോന്നു. എന്നോട് പറഞ്ഞാണല്ലോ ഇപ്പൊ. എപ്പോ? ഇപ്പൊ പറഞ്ഞു, അവൾക്ക് ആഗ്രഹമുണ്ട്, കനക നിർബന്ധിക്ക് പൊക്കോളാൻ പറഞ്ഞു. ആണോ? അയ്യോ, എന്നാ ഞാനും പോവായിരുന്നു. അവള് പോന്നു. എനിക്ക് സത്യം പറഞ്ഞ ആഗ്രഹമുണ്ട് ഈ പഞ്ചായത്തിൽ. നിങ്ങള് പോണില്ലാത്തോണ്ട് ഞാനും പോണ്ടാന്ന് വിചാരിച്ചു. എടി, നീ പോണ്ട വിമാനത്തിൽ കയറാൻ? ദുഷ്ട, എന്നിട്ട് എന്താ എന്നോട് പറയാഞ്ഞേ? കൊള്ളാട്ടാ. എന്നെ അറിയിക്കാതെ അങ്ങ് പോവാൻ വേണ്ടിയിരിക്കുക. ഇല്ല, ഞാൻ വന്നിട്ടുണ്ട് മീറ്റിംഗ്. അത് ഞാൻ പഞ്ചായത്തിൽ പറഞ്ഞോളാം. ഒരു ദിവസത്തെ കാര്യമല്ലേ ഉള്ളൂ. ശരി, എന്നാ ഞാൻ ഇപ്പൊ തന്നെ വിളിച്ചു പറയട്ടെ. വിളിച്ചു പറയട്ടെ, അല്ലെങ്കിൽ ഹലോ പ്രസിഡന്റെ, അതിപ്പോ ഞാൻ എഴുതിക്കൊണ്ടിരിക്കായിരുന്നു. ഇപ്പൊ അയച്ചുതരും. എല്ലാ ലിസ്റ്റും ഉണ്ട്. ഞാൻ വിളിച്ചതേ ഇപ്പൊ വേറൊരു കാര്യം പറയാനാ. മറ്റന്നാൾ ഉണ്ടാവില്ല കേട്ടോ. ലിസ്റ്റ് അയച്ചു തന്നോളാം. അത് ഇവിടെ കുടുംബശ്രീന്ന് എല്ലാരും കൂടി ഇവിടെ ഫ്ലൈറ്റ് കയറാൻ വേണ്ടി പോണ്. അപ്പൊ ഞാൻ പോണില്ലാന്ന് വിചാരിച്ചതാ. അപ്പൊ ഞാൻ പോവാതെ ലില്ലിയും പോണില്ല, കുടുംബശ്രീയിലെ പെണ്ണുങ്ങൾ ആരും പോണില്ല. തങ്കം വന്നാലേ വരുള്ളൂ എന്ന് പറയുന്നു. അപ്പൊ ഇനി ഞാൻ പോയില്ലെങ്കിൽ ആർക്കൊന്നും പോകാൻ പറ്റില്ലല്ലോ, അതുകൊണ്ടൊന്ന് പോവാന്ന് വിചാരിച്ചു. ആയിക്കോട്ടെ. ശരി, ഓക്കെ. ഒരു കുഴപ്പമില്ല, സമ്മതിച്ച്. ഞാനിപ്പോ വന്ന് പറഞ്ഞതുകൊണ്ടല്ലേ. അതെ. എടി, നിങ്ങൾ പുറത്ത് നാളെ കൊണ്ടുപോവോ?
പുറത്തുനിന്ന് ആള് ലില്ലി ആ ബേബി ചേച്ചിയുടെ ആരോ വരട്ടെ എന്ന് ചോദിച്ചപ്പോ ലില്ലി പറഞ്ഞു വേണ്ട നമ്മുടെ കുടുംബശ്രീയിലുള്ളവർ മതി എന്ന് പറഞ്ഞ അമ്മായിക്ക് വരാനാ. ഏയ് ഞാൻ വരുന്നൊന്നുമില്ല. എനിക്ക് ഈ വിമാനത്തിൽ കയറുന്നതൊന്നും ഒട്ടും ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ്. ആണോ? പിന്നെ ഞങ്ങൾ ബോംബെയിലായിരുന്നപ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോകുന്ന വിമാനത്തിലല്ലേ. എനിക്ക് ഇഷ്ടമൊന്നുമില്ല, ഒട്ടും ഇഷ്ടമല്ല. ഓ എന്തൊരു ഭാഗ്യം, ചെറുപ്പത്തിലേ കയറിയിട്ടുണ്ടല്ലേ. ഓ പിന്നെ എത്രയോ വെട്ടം. അയ്യോടാ. ഇഷ്ടമൊന്നുമല്ല. ഞങ്ങളുടെ അടുത്തേ ഒരു ചേച്ചി ഉണ്ടായിരുന്നു. ആ ചേച്ചിക്ക് വിമാനത്തിൽ കയറാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ഞാൻ വെച്ചാൽ നിങ്ങൾ പുറത്ത് നാളെ കൊണ്ടുപോവാണെങ്കിൽ നമുക്ക് ഒന്ന് കൂട്ടത്തിൽ വിടാലോ. അപ്പൊ അവര് നിങ്ങളുടെ കുടുംബശ്രീന്ന് ഇങ്ങനെ പോണില്ലേ? ഞങ്ങളുടെ കുടുംബശ്രീ കുറെ വയസ്സ് പെണ്ണുങ്ങളുണ്ട്. അവർക്ക് അച്ചപ്പം, കുഴലപ്പം, വെളിച്ചെണ്ണ ഇതൊക്കെ കച്ചവടം ചെയ്യാനേ താല്പര്യമുള്ളൂ. എങ്ങും പോകാനൊന്നും ഒരു താല്പര്യം ഇല്ലാത്ത കുറെ എണ്ണം. ശരിക്കും കുടുംബശ്രീ എന്ന് പറയുമ്പോ ഇങ്ങനെയൊക്കെ ആവണം. നമുക്കല്ലാതെ എവിടെ ഇങ്ങനെ പോവാൻ പറ്റുന്നത്? എനിക്കാണെങ്കിൽ ടെൻഷൻ ആവുന്നു. ഇത്ര നേരം ആ ടെൻഷൻ ഉണ്ടായില്ല. ഇനിയും ഫ്ലൈറ്റിലൊക്കെ എങ്ങനെ കയറും? എന്തിന്? നമ്മള് ദിവസവും ബസ്സിലൊക്കെ കയറുന്നില്ലേ? അത്രയൊക്കെ ഉള്ളൂ. ഇതിൽ വലിയ കാര്യമൊന്നുമില്ല. ആണോ? ലില്ലി പറയുന്ന എന്താ ബെൽറ്റ് ഒക്കെ ഇടണോന്നൊക്കെ പറയുന്ന, എന്നാലും ഇരുത്തോളൂ. അതെന്താ ഞാൻ ജീൻസ് ഒക്കെ ഇടുന്നവരല്ലേ ബെൽറ്റ് ഇടുന്നേ? നീ സാരിയല്ലേ ഉടുക്കുന്നേ? ആ പിന്നെ അതിനത്തിന് ബെൽറ്റ് കിട്ടുന്നു. ചുമ്മാ പോവണേ. അത്രയ്ക്കൊന്നും അത്രയും ടെൻഷന്റെ ആവശ്യമൊന്നും ഇല്ല. പിന്നെ നമ്മള് ബസ്സിൽ കയറുന്ന പോലെയൊക്കെ ഉള്ളു. അത് കാണാം. അമ്മായി കൂടി വന്നായിരുന്നെങ്കിൽ നല്ലായിരുന്നല്ലേ. ഓ നിങ്ങൾ പുറത്തൊന്നും കൊണ്ടുപോകത്തില്ല. പിന്നെ എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല. ഇത് വേഗം എഴുതിട്ട് ഡ്രസ്സൊക്കെ എടുത്ത് വെക്കാം. അവളെന്തൊക്കെ എടുക്കണ്ടെന്നാവോ? അല്ലെങ്കിൽ ഒരു ഡ്രസ്സ് ഇങ്ങനെ എടുത്ത് വെക്കണല്ലേ. അല്ല എന്നാലും ഒരെണ്ണം എടുത്തോ, കയ്യിലിരിക്കട്ടെ. ചേട്ടാ ചേട്ടാ എണീക്ക്. ഒന്നല്ല, എനിക്ക് വിമാനത്തിൽ കയറണം. എന്ത്? വിമാനത്തിൽ കയറണം എന്ന്. എന്ത്? അല്ല ഈ നമുക്കൊരു കാര്യം ചെയ്യാം. ഒഴിവുള്ളപ്പോ ശംഖുമുഖത്ത് പോയിട്ട് വിമാനത്താവളത്ത് പോയിട്ട് വിമാനം കാണാം. പക്ഷെ കയറാൻ പറ്റുമോന്ന് അറിയിക്കാം. ഇത് വലിച്ച് തമാശ പറയല്ലേ. എനിക്ക് വിമാനത്തിൽ അല്ലാതെ കയറണം. എനിക്ക് വിമാനത്തിൽ കയറാൻ മോഹമുണ്ട്. അതെന്താടി ഇപ്പൊ അങ്ങനെ ഒരു മുഖം? തങ്കോലില്ലിയൊക്കെ തോണ്ട വിമാനത്തിൽ കയറാൻ പോന്നു. ആ അത് അവരുടെ കുടുംബശ്രീയുടെ ഭാഗമായിട്ട് പോണതല്ലേ. അതിലെങ്ങനെ നിനക്ക് പോകാൻ പറ്റിയ? നീ അവരുടെ കുടുംബശ്രീയിലൊന്നും ഇല്ലല്ലോ. എന്നാലും എനിക്ക് കയറണം. കല്യാണം കഴിഞ്ഞപ്പോഴും എന്നെ എങ്ങും കൊണ്ടുപോയില്ല. എനിക്ക് വിമാനത്തിൽ കയറിയേ പറ്റൂ. ഓ കല്യാണം കഴിഞ്ഞ് അനിമൂണിന് പോകാൻ പറ്റിയ പ്രായം 21 വയസ്സിലാണല്ലോ കല്യാണം കഴിഞ്ഞ്. മൂക്കിലെ പല്ല് വന്ന സമയത്ത് നീ അനിമൂണെ പോണ്ടിരുന്നുള്ളൂ. നീ ഭ്രാന്ത് പറയേണ്ട പോയി ചായ എടുത്തിട്ട് വന്നേ. ഇല്ലോ, എനിക്ക് വിമാനത്തിൽ കയറണം. വിമാനത്തിലാ? ആ പെണ്ണിന് ഓരോ ദിവസം ഓരോ ഭ്രാന്താണല്ലോ. നീ പൊക്കടിയെന്ന്? ഇല്ലോ, എന്നെ സമ്മതിച്ചാലേ പോവുള്ളൂ. നീ പൊക്കോ. എനിക്ക് വിമാനത്തിൽ കയറണം ചേട്ടാ, നമുക്ക് പോവാം. നീ വന്നിട്ട് ഓരോ ഭ്രാന്ത് പറയണ്ട, പോയിട്ട് ചായ എടുത്തിട്ട് വന്നേ. ഇല്ല, സമ്മതിച്ചാലേ പോകത്തുള്ളൂ. എടി അവര് പിള്ളേരല്ലേ, അവര് പോയിട്ട് വരട്ടെ. പിള്ളേരല്ലേ, അവര് പോയിട്ട് വരട്ടെ. അവര് പോയത് തന്നെ കാണിച്ചു തരാം ഞാൻ പോകുന്നത്. ഓരോരോ ഭ്രാന്ത്. ഇതെടുത്തോണ്ട് പോട്ടെ. സാരി ഒന്നും എടുത്തോണ്ട് പോകുന്നത്? എല്ലാരും സാരിയാ കൊടുക്കുന്നത്. ഞാൻ വിചാരിച്ച ഇത് ഉടുത്തോണ്ട് പോയിട്ടെ ബാംഗ്ലൂർ കറങ്ങത്തില്ലേ, കറങ്ങാൻ പോകുമ്പോഴത്തേക്ക് ജീൻസ് ഇട്ടോണ്ട് പോവാന്ന്. അത് മതി. കറങ്ങുന്ന സമയത്ത് ഇത് കൂടെ എടുത്തിട്ടുണ്ട്. ഇനി അവിടെ ചെല്ലുമ്പോഴത്തേക്ക് എല്ലാരും പട്ടുസാരിയൊക്കെയാണ് ഉടുക്കുന്നെങ്കിൽ ഇതെടുക്കും. രണ്ടും ഒരേ കളറായി പോയി. എന്തായാലും രണ്ടും ഒരു കളറായി പോയി. പാർട്ടി മീറ്റിംഗ് മാറ്റിയ പാർട്ടി മീറ്റിംഗ് ഒരു ദിവസത്തേക്ക് അഡ്ജസ്റ്റ് ചെയ്തോളാന്ന് പറഞ്ഞു. ആണോ? പ്രസിഡന്റ് പറ്റിയല്ല. ഇതാണ് എടുത്തോണ്ട് പോണേ. ഞാൻ വിചാരിച്ചേ ഇത് ഉടുത്തോണ്ട് പോവാ. എന്നിട്ട് ഒരു ജീൻസ് എടുത്തിട്ടുണ്ട് അവിടെ കറങ്ങാൻ. ആണോ? എനിക്കൊരു ചുരിദാറിടായിരുന്നു. എടുത്തിട്ടുണ്ട് ഞാൻ. ആണോ? അപ്പൊ ഇവിടുന്ന് സാരി എടുത്തിട്ട് പോവാം. അവിടെ ചെല്ലുമ്പോ ഞാൻ ജീൻസ് ആ ഡ്രസ് എടുത്തിട്ട് വന്നിരുന്നെങ്കിൽ ഇപ്പൊ അടുക്കി വെക്കാൻ. ഞാനൊന്നും എടുത്തു വെച്ചില്ല. ഇതേതാടി ഈ പെട്ടി? ഇത് ഏട്ടന്റെ പെട്ടി. നിന്റെതും കൂടെ വെക്കാല. അതിനാ ഇത്ര വലിയ പെട്ടി എടുത്തത്. പിന്നെ ഒരു ദിവസത്തേക്ക് ഇത്ര പെട്ടി. നിങ്ങക്ക് ഫ്ലൈറ്റ് കയറാൻ പേടിയുണ്ടോ? എന്തിനാ പേടിക്കാൻ? പേടിയില്ല. ഞങ്ങള് മാത്രമല്ല, എന്തോരം അല്ല അതല്ല, ഇങ്ങനെ ഫ്ലൈറ്റ് ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ മേലോട്ട് പൊങ്ങത്തില്ലേ, അന്നേരം ഈ ചെറിയൊരു പേടിയൊക്കെ വരും. അതുകൊണ്ടോന്ന് അറിയാൻ വേണ്ടിട്ട് ചോദിച്ചു. അപ്പൊ ഈ ചെറിയ മനസ്സുള്ളവർക്കൊക്കെ പെട്ടെന്ന് പേടി വരുമ്പോ ഉണ്ടല്ലോ,
അറ്റാക്കിന് സാധ്യതയുണ്ട്. പിന്നെ അങ്ങനെ ഞാൻ ഇതുവരെ പറഞ്ഞു കേട്ടിട്ടില്ല. ആണെന്ന്. എന്റെ അമ്മായി, അങ്ങനെയാണെങ്കിൽ ഈ ഫ്ലൈറ്റിൽ ആരും കേറൂലല്ലോ. എല്ലാരെയും പോലെ അല്ലല്ലോ. എല്ലാവർക്കും ഒരേ രീതിയിലുള്ള ധൈര്യം കാണുമോ? ഞങ്ങൾക്ക് ഇപ്പൊ അത്യാവശ്യം ധൈര്യമൊക്കെ ഉണ്ട്. അങ്ങനൊന്നും അല്ല. ഞങ്ങൾ ബോംബെ താമസിക്കുന്ന ആ വീടിനോട് ചേർന്നൊരു വീടുണ്ടായിരുന്നു. കേക്ക്, അവിടെ ഒരു മോളും ഒറ്റ മോളേ ഉള്ളു കേട്ടോ. കൊച്ചിന് ഇതുപോലെ ഇങ്ങനെ ഫ്ലൈറ്റിൽ കയറാൻ ഒരു മോഹം തോന്നിയിട്ട് കയറിയതാ. ഫ്ലൈറ്റ് ഇങ്ങനെ പൊങ്ങുന്ന സമയത്ത് പെട്ടെന്ന് അതിന് പേടിച്ചിട്ട് അതിന് അറ്റാക്ക് വന്നു. പിന്നെ എന്തിനിപ്പോ കൂടുതൽ പറയുന്നത്? കേറുന്ന കാര്യം പോട്ടെ, ലാൻഡ് ചെയ്തില്ല ഇവിടെ കരിപ്പൂര്. അപ്പൊ കത്തിയില്ലേ? ബസ്സോ കാറോ അങ്ങനോ എന്തെങ്കിലും സംഭവിച്ചാൽ നമുക്ക് പെട്ടെന്ന് ചാടി ഇറങ്ങാൻ. ഒന്ന് ആലോചിച്ച് നോക്ക്, കത്തി കരിഞ്ഞു. അതിപ്പോ നമുക്ക് ചാകാൻ വിധി ഉണ്ടെങ്കിൽ ഫ്ലൈറ്റിൽ തന്നെ കയറണം. എപ്പോഴാണെങ്കിലും ചാകും. അല്ല, അത് ശരിയാ, അത് ശരിയാ. ആകാശത്തൊക്കെ വെച്ച് വല്ല പൊട്ടിത്തെറിച്ച എന്ത് ചെയ്യും? അങ്ങ് ചാകും. പൊട്ടിത്തെറിച്ച് ചാകാനാണ് എനിക്ക് ചേച്ചി ആകാശത്തൊന്നും പോകേണ്ട വരില്ല. ഇവിടുത്തെ ഗ്യാസ് പൊട്ടിത്തെറിച്ചാ പോരെ. അല്ല, ഞാനത് ഇങ്ങനെ ഓരോ അനുഭവങ്ങൾ ഇങ്ങനെ പറഞ്ഞേ ഉള്ളൂ. നിങ്ങൾക്ക് കുഴപ്പമില്ല. നമ്മൾ ഫ്ലൈറ്റിന് അങ്ങനെ അല്ല, അത് വരൂല. നിങ്ങൾ പോകുന്നതിന് അങ്ങനെ വരുമെന്ന്. ഞങ്ങൾ അതിന് 1 മണിക്കൂർ യാത്രക്കല്ലേ ഉള്ളൂ. പൊട്ടിത്തെറിക്കാനുള്ള സമയമൊന്നും കിട്ടൂല. അതിനുള്ള ഞങ്ങൾ ഇറങ്ങും. ഇനിയിപ്പോ പൊട്ടിത്തെറിച്ചാലും അങ്ങ് പൊട്ടിത്തെറിക്കണം. അതെ, അല്ലാതെ അങ്ങനെ പറയരുത് കേട്ടോ. ഒന്നും പറയില്ല, അങ്ങനെ പറയരുത്. ചേച്ചി എന്താണെന്ന് പറയാം, ഈ ഫ്ലൈറ്റ് ഇങ്ങനെ പൊങ്ങണ സമയത്ത് ഒന്ന് പ്രാർത്ഥിക്കണം, ദൈവമേ നമ്മളെ നല്ല സേഫ് ആയിട്ട് എടി, നീയല്ലേ പറഞ്ഞത് ബെൽറ്റ് ഇടണോന്ന്? ബെൽറ്റ് ഒന്നും വേണ്ടാന്ന് പറഞ്ഞ സാരിക്കൊക്കെ ആരാ ബെൽറ്റ് ഇടുന്നത്? ആര് പറഞ്ഞു ബെൽറ്റ് ഇടണ്ടെന്ന്? നീയല്ലേ പറഞ്ഞത് ബെൽറ്റ് ഇട്ടല്ലേ ബെൽറ്റ് ഇടും. കണ്ടാ സാരിക്ക് ബെൽറ്റ് ഒന്നും ഇല്ല കേട്ടോ. അയ്യോ, അത് ഇവിടുന്ന് ഇട്ടോണ്ട് പോവണ്ട, അത് ഫ്ലൈറ്റിലുണ്ട് ബെൽറ്റ്. ചേച്ചി പൊട്ടത്തന്നെ പറയുന്നത്. ഞാൻ എത്ര വട്ടം കയറി, ഞാൻ അവിടെ ബെൽറ്റ് ഒന്നും കണ്ടൊന്നുമില്ല. അപ്പൊ അമ്മായി കേറിയിട്ടില്ല? ഞാൻ കേറിയിട്ടുണ്ട്. വേണമെന്നുള്ളവർ ഇട്ടാ പോരെ, എനിക്ക് ബെൽറ്റ് ഒന്നും വേണ്ടായിരുന്നു. കേറുന്ന സമയത്ത് അവര് വന്ന് പറയും അപ്പൊ ബെൽറ്റ് ഇടണം. അത് ഇടൊന്നും വേണ്ട. ആ ഡ്രസ് എടുത്തോണ്ട് ചെല്ലിപ്പോ. ബെൽറ്റ് ഇല്ലാട്ടോ എന്റെ കയ്യില്. ആ, ബെൽറ്റ് ഒന്നും വേണ്ട, പോവേണേ. അമ്മായി എത്ര പ്രാവശ്യം പോയിട്ടുണ്ടോ? ഞാൻ കൊറേ പ്രാവശ്യം പോയിട്ടുള്ളതാ. അതിപ്പോ മനസ്സിലായി. മനസ്സിലായി. ഞാനേ 1-2 സാധനം ഇതിന്റെ അകത്ത് എടുത്ത് വെക്കാനുണ്ട്, എടുത്തിട്ട് വരട്ടെ. ചേച്ചി, ഈ ഡെഡ് ബോഡി ഒക്കെ പിടിക്കുമ്പോ പേടിയാവത്തില്ലേ? ആദ്യം നമുക്ക് പേടി തോന്നും, കുറച്ചു കഴിയുമ്പോ ശീലം. പക്ഷെ നമുക്കിപ്പോ അത് പോസ്റ്റ്മോർട്ടം ഒന്നും ഇപ്പൊ പഠിപ്പിക്കൂല, അതൊക്കെ കുറച്ച് കഴിഞ്ഞേ പഠിപ്പിക്കൂ. ബോണൊക്കെ തൊട്ട് ഇവിടുത്തെ ബോണ്, സ്കള്ള്, അങ്ങനെ എന്താ തോന്നിയത്? ഒന്നും തോന്നിയൊന്നുമില്ല, നല്ല രസമാണ്. ഓ, അതിന്റെ എല്ലാം സ്മെല്ലൊന്നും കൊറേ വർഷമായിട്ട് പ്രിസർവ് ചെയ്തൊക്കെ വയ്ക്കുന്നതല്ലേ, സ്മെല്ലൊന്നുമില്ല. കൊടല് കണ്ട് എന്നിട്ട് നമ്മുടെ അനാട്ടമി ലാബിൽ എല്ലാം ബ്രെയിന്, കൊടല്, എല്ലാം ലെങ്സ് എല്ലാം ഇങ്ങനെ ഫോർമാലിന് ഇട്ട് വെച്ചിട്ടുണ്ട്. നമുക്ക് ഇങ്ങനെ പോയി കാണാം. ആദ്യമൊക്കെ ഒരുമാതിരി തോന്നും, പക്ഷെ നമുക്ക് അവിടെ ഫോട്ടോ എടുത്തുകൂടാ. എന്താണ് 3 പേരും കൂടെ ഒരു ചർച്ച? ഇല്ല, ഈ മറ്റേ ബോണൊക്കെ ഇതിനൊക്കെ തൊട്ടോന്ന്, ലൈക് ബോണ്, കൊടലൊക്കെ. സംസാരിക്കാം. ഞാൻ വിചാരിച്ചു ബാംഗ്ലൂരിൽ ഒന്ന് പോകുന്ന കാര്യം അങ്ങനെ പറയുമായിരിക്കുമെന്ന്. ബാംഗ്ലൂർ അങ്കോലില്ലേം പോകുന്നില്ലേ? ഓ, അവരുടെ അതിന് അതിനെന്തോ ബാംഗ്ലൂരിലൊക്കെ കൊച്ചുങ്ങൾ പോയി കാണേണ്ട സ്ഥലവാ. എന്തെല്ലാം സാധനങ്ങൾ, നല്ല നല്ല സാധനങ്ങൾ മേടിക്കാൻ കിട്ടുമെന്ന് അറിയാവോ? പിന്നെ കൊച്ചുങ്ങൾക്ക് കാണാൻ എന്തുവല്ല സ്ഥലങ്ങളുണ്ട്. നിനക്കൊന്നും ബുദ്ധി ഇല്ലാത്തോണ്ടാ. ഒന്ന് കരഞ്ഞു പറഞ്ഞാൽ നിന്നെയൊക്കെ കൊണ്ടുപോകൂലേ? അങ്ങനെയൊന്നും അല്ല. പിന്നെ കുഞ്ഞുങ്ങൾക്ക് പോയി കാണേണ്ട സ്ഥലമല്ലേ? എന്റെ അമ്മൂമ്മ, നമുക്ക് പോവാൻ ഇഷ്ടം പോലെ സമയമുണ്ട്. അവർക്ക് അങ്ങനെയല്ല. അവര് അവരുടെ ഗ്രൂപ്പായിട്ട് പോകുമ്പോ അതിന്റെ ഇടയിൽ ഇപ്പൊ നമ്മൾ ഫ്രണ്ട്സിന്റെ കൂടെ ടൂർ പോകുമ്പോ അമ്മയച്ഛന് വരണമെന്ന് പറഞ്ഞാൽ എങ്ങനെ ഇരിക്കും? ഫ്രണ്ട്സിന്റെ കൂടെ പോകുന്നത് പോലെയാണോ അമ്മമാരോടൊക്കെ പോകുന്നത്? അതൊന്നും അല്ല. നീ ഇച്ചിരിയും കൂടെ കരഞ്ഞ് നന്നായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കൊണ്ടുപോകും. നല്ലോ അങ്ങനെ പറയണ്ട. പക്ഷെ നീ ടൂറിന് പോയില്ലേ ഇന്നാള്, അപ്പൊ അമ്മ കൊണ്ടുപോയോ നിന്റെ? അപ്പൊ അതുപോലെയല്ല, അവരുടെ ഈ പ്രായത്തിലൊന്നും അവർക്ക് പോകാനൊന്നും പറ്റിയില്ല. കൊച്ചു സ്കൂളിൽ നിന്ന് പോകുന്ന പോലെയാണോ അമ്മമാരുടെ കൂട്ടത്തിൽ പോകുന്നത്? ഈ അമ്മൂമ്മ എന്തുവാ? വേണമെങ്കിൽ പോയാ മതി, എനിക്കെന്തോ വേണം. കിട്ടിയ ചാൻസ് ആയിരുന്നു, വെറുതെ കളഞ്ഞു. നമ്മളല്ലാതെ വെക്കോളാം. എന്നാ പിന്നെ ഇഷ്ടം പോലെ സമയമുണ്ട്. ചുമ്മാ നമ്മളെന്തായിരുന്നു പറഞ്ഞ ബോണ്. പിന്നെ ചിലതൊക്കെ അല്ലാത്തതാ, അതായത് ഒറിജിനൽ ബോണുണ്ട്, അല്ലാതെ സിന്തറ്റിക് ഇല്ലേ, അതും വെച്ച് പഠിപ്പിക്കും. ബ്രെയിനൊക്കെ ഫോർമാലിറ്റി വെച്ചിട്ട് അതൊന്നും ഇപ്പൊ തൊട്ടില്ല, കാണാം. പിന്നെ ചില്ലിന്റെ അകത്ത് ഫുൾ സ്കെലിറ്റൽ സിസ്റ്റം ഇല്ലേ, അതിങ്ങനെ തൂക്കിയിട്ടിട്ടുണ്ട് ഇങ്ങനെ, അങ്ങനെയൊക്കെ ആയിരുന്നു. അത് റിയല്, ഒന്ന് റിയല്, ഒന്ന് അങ്ങനെ. നല്ല രസമാണ്. അതൊക്കെ അവര് പ്രിസർവ് ചെയ്യൂലേ. ഇത് ബോണല്ലേലും പറഞ്ഞാലാവൂലല്ലോ.
നല്ല രസമാണ്, പഠിച്ചോ, കേറാം. എവിടെ പോയേ? ഞാൻ അവിടെ ഒരു കടയിൽ വരെ പോയതാ. ഞാൻ ടോപ്പ് എടുത്തു ഞാൻ. അത് ഭയങ്കര ചെറുത്, ഒന്ന് മാറാൻ പോയതാ. എന്നെ കൂടെ വിളിച്ചുകൂടായിരുന്നു, ഞാനും വന്നനായിരുന്നു. എന്ത്? എനിക്കും പോണമായിരുന്നു ഒരു ചുരിദാർ എടുക്കാൻ. ചുരിദാറൊക്കെ എടുത്തിട്ട് എങ്ങോട്ടാ? ഫ്ലൈറ്റിൽ കയറിയല്ലേ. നീയും പോകുന്നോ? ആ ശരി. നീ പോയാ തമ്പിച്ചാന്റെ കാര്യം ആര് നോക്കും? തമ്പിച്ചേന്റെ കാര്യമൊക്കെ തമ്പിച്ചേട്ടൻ നോക്കിക്കോളും. ഫ്ലൈറ്റിൽ കയറണൊക്കെ ഒരു അവസരമല്ലേ കിട്ടുള്ളൂ, അത് നമ്മൾ എന്തിനാ കളയണത്? ബാംഗ്ലൂരൊക്കെ പോയിട്ട് എന്തോ കാണാൻ? അവിടെ ഒന്നും കാണാനൊന്നുമില്ല. പോവാണെങ്കിൽ ഗൾഫിലെങ്ങാനും പോണം. എന്റെ പൊന്ന് ഗിരിജെ, ബാംഗ്ലൂര് കാണണ്ട, എനിക്ക് ആ പ്ലെയിനിൽ ഒന്ന് കയറാമല്ലോ. ഓ, ഞാൻ ഇതുവരെ കയറിയിട്ടില്ല. പണ്ട് മുതലേ എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു പ്ലെയിനിൽ കയറണമെന്ന്. ഇപ്പോഴാണ് ഒരു അവസരം കിട്ടിയത്. അപ്പൊ ഞാൻ വിചാരിച്ചേ, ഈ സാരിയൊക്കെ എടുത്തോണ്ട് പോണ മോശമല്ലേ, വല്ല ചുരിദാറാ വല്ല ജീൻസാ ടോപ്പാ കേട്ടോണ്ട് പോവാണോ? ചിലപ്പോ ഞാൻ അതും കൊടുക്കും. ശരി. പറഞ്ഞില്ലേ ഗിരിജ? എനിക്ക് അതിനോട് വലിയ താല്പര്യമൊന്നും. മുമ്പേ കയറിയിട്ടുണ്ടോ? അപ്പോഴേ പിന്നെ എത്രയോ വട്ടം കയറിയേക്കുന്നു. ആണോ? ഞാൻ കയറിയിട്ടില്ല, ആദ്യമായിട്ടല്ലേ. ഓട്ടാ ഇപ്പൊ എടുത്തോണ്ട് പോകും. എടി എത്ര നേരമായിട്ട് ഈ വണ്ടി വന്ന് കിടക്കാൻ തുടങ്ങിയിട്ട്? എയർപോർട്ടിലേക്കൊക്കെ പോകുമ്പോ 2 മണിക്കൂർ മുമ്പ് ഇറങ്ങണം. വഴിയിലെങ്ങാനും ബ്ലോക്ക് ആയാലോ? അതിനെന്തിനാ അവിടെ പോയി 2 മണിക്കൂർ നിൽക്കണേ? ഇത് ട്രാൻസ്പോർട്ട് ബസ് സ്റ്റാൻഡിലേക്കല്ല പോണ്, എയർപോർട്ടിലേക്കാ. ആ പെണ്ണോട് വരാൻ പറ. മാമി വായു, സമയമായി. എടി ആ സൂലൊക്കെ എയർപോർട്ടിൽ പോയിട്ട് നേരെ എത്രയെന്ന് അറിയോ? അത് സാരില്ല, അവരവിടെ 1 മണിക്കൂർ മുമ്പൊക്കെ ഞങ്ങൾ അവിടെ, ഞാൻ മെമ്പർ അല്ലേ ഒന്നല്ലെങ്കിൽ. എന്നാ മക്കൾക്ക് വേണ്ടേ? മുട്ടായി മേടിച്ചിട്ട് വരാം, പിന്നെ ഡ്രസ്സും മേടിച്ചിട്ട് വരാം കേട്ടോ. അവിടെ പോയിട്ട് വായും പൊളിച്ച് നടക്കരുത്, ബാംഗ്ലൂർക്കാ പോണിട്ടാ. പരിചയമില്ലാത്ത സ്ഥലാ. അതെന്താ പരിചയമില്ലാത്ത സ്ഥലമാണെങ്കിൽ കൂട്ടം തെറ്റി പോണ്ടെന്നാ പറഞ്ഞു. ഒന്ന് പോവാൻ. ഹലോ, എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചോണ്ട് ആ സുൽ ചേച്ചി. ഓ, ഞങ്ങൾ ഇറങ്ങി. ഫ്ലൈറ്റ് എങ്ങനെ വിടുക? സമയം ആവണല്ലോ. ശരി ഇതേ ഇറങ്ങുവാ, കേറുവാ. പതുക്കെ പോയാ അവര് നോക്കിക്കോണം കേട്ടോ മുത്തേ. പൊക്കോട്ടെ. വീഡിയോ എടുക്കണം. മാമി വീഡിയോ ഒക്കെ എടുക്കണം. മാമിയുടെ ഫോൺ നല്ല ഫോണിലെടുക്കാം. നോക്കി പോണം. ആ ചെറുക്കനും പോകാം. എയർപോർട്ടിലോട്ടാണ്. നോക്കി പോ. വിളിക്കാവേ, പ്ലെയിൻ കാണിച്ചു തരാം. സ്വിച്ച് ഓഫ് ചെയ്ത് വെക്കണം, അതൊക്കെ അവര് പറയും. വീഡിയോ കോൾ ചെയ്യാം. പ്ലെയിൻ കാണുമ്പോ കാണിച്ചു തരാം അമ്മായി. കുട്ടികളുടെ ഒരു ഭാഗ്യല്ലേ, വിമാനം കയറാനൊക്കെ ഉള്ള ഒരു ഭാഗ്യം. ഭയങ്കര ആഗ്രഹം അമ്മയ്ക്ക്. നല്ല സന്തോഷത്തിലാ പോണു കുട്ടികൾ. നീ സങ്കടപ്പെടണ്ട, ഒരു ദിവസം കൊണ്ടുപോവാന്നെ. പോട്ടെ അവളുമാര് ഇപ്പൊ ഇങ്ങ് വരും. ഇപ്പൊ ഇങ്ങ് വരും. ഇപ്പൊ ഇങ്ങോട്ട് വരും. 2 ദിവസം കഴിഞ്ഞിട്ടേ വരുള്ളൂ. പോയാലല്ലേ എന്തേ? 2 ദിവസം കഴിഞ്ഞിട്ട് വരുന്നത്. പിന്നെ അവര് പിന്നെ എന്തിനാ പോയത്? പോയതുപോലെ അവളുമാര് ഇപ്പൊ ഇങ്ങ് വരും. അതെങ്ങനെ? ഞാനൊരു സൂത്രം ഒപ്പിച്ചിട്ടുണ്ട്. നീ അവരുടെ ബാഗിൽ എന്തെങ്കിലും വെച്ചാ? വെച്ചതല്ല, വെക്കേണ്ട സാധനം ഇങ്ങെടുത്തു. എന്തേ? അവളുമാരെ 2 പേരുടെയും പാസ്പോർട്ട് എന്റെ കയ്യില. മരക്കഴുതേ, അവരെങ്ങട്ടാ പോയത്? ബാംഗ്ലൂർക്ക്. ഈ ബാംഗ്ലൂർ ഇന്ത്യയിലല്ലേ? ഇന്ത്യക്ക് പുറത്തു പോകാനല്ലേ പാസ്പോർട്ട്? ഇന്ത്യക്കകത്ത് പോകാൻ എന്തിനാ പാസ്പോർട്ട്? പാസ്പോർട്ട് വേണ്ടേ? കഴുത.